السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. മനുഷ്യർ അവരുടെ ജീവിതം കളികളിലും തമാശകളിലും അലങ്കാരങ്ങളിലും പരസ്പരം പെരുമ നടിക്കുന്നതിലും പരസ്പരം ഫഖർ നടിക്കുന്നതിലും ആധിക്യം തെളിയിക്കുന്നതിലും ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് എന്നും പരലോകത്ത് തെറ്റായ രൂപത്തിൽ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്നും, എന്നാൽ ഈ ഐഹിക ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല നിലക്ക് ജീവിക്കുന്ന ആളുകൾക്ക് മഗ്ഫിറത്തും റിദ്വാൻ, അള്ളാഹുവിൻ്റെ സ്വർഗവുമുണ്ട്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന കാര്യമാണ് 20-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത്. അതിനോടനുബന്ധമായിട്ടുള്ള കാര്യമാണ് പിന്നീട് പറയുന്നത്. അതെന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സാബിഖൂ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. الذين يبخلون ويأمرون الناس بالبخل ومن يتول فإن الله هو الغني الحميد. ദുനിയാവിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്താണ് പരലോകത്തുള്ളത് എങ്കിൽ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റിദ്വാൻ, അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സാബിഖൂ, നിങ്ങൾ മത്സരിക്കണം.
സബഖ യസ്ബിഖു സബഖൻ. സബഖ എന്ന് പറഞ്ഞാൽ ഒരാളെ മറികടക്കുക, മറ്റൊരാളെ മറികടക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മുസാബഖ എന്ന് പറഞ്ഞാൽ മത്സരം. സബഖ യസ്ബിഖു സബഖൻ. സാബഖ എന്ന് പറഞ്ഞാൽ പരസ്പരം മത്സരിക്കുക. സാബഖ യുസാബിഖു മുസാബഖ, പരസ്പരം മത്സരിക്കുക, ഞാൻ മുമ്പേ എന്ന ഒരു മത്സര ബുദ്ധിയോടുകൂടി മുന്നിലെത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ സാബിഖു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് വരൂ. ഏതിലേക്കാണ് വരേണ്ടത്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് മത്സരിക്കൂ. വജന്നത്തിൻ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും. അർദുഹ, അർദ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വ്യാപ്തി, വിസ്താരം, വിശാലത, വലിപ്പം, അതിനാണ് അർദ് എന്ന് പറയുന്നത്. അർദുഹ, സ്വർഗത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്, അതിൻ്റെ വിശാലത എന്ന് പറയുന്നത് കഅർദി സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലത എത്രയാണോ അത്രയുമാണ്. ഉഇദ്ദത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അഅദ്ദ യുഇദ്ദു ഇഅദാദൻ, തയ്യാറാക്കുക. അഅദ്ദ യുഇദ്ദു ഇഅദാദൻ. ഉഇദ്ദത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക്. ആമന യുഅ്മിനു ഈമാനൻ. ഒരു ഖുർആൻ കൊടുത്താൽ ഉണ്ടോ? ഓക്കെ. ഉഇദ്ദത്, അത് തയ്യാറാക്കപ്പെട്ടത് ലില്ലദീന ആമനു ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിലും അവൻ്റെ റസൂലുകളിലും വിശ്വസിക്കുന്നവർക്കാണ്. റസൂലിൻ്റെ ജംആണ് റസൂൽ. ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്നു, ഫദ്ലാകുന്നു, ദാനമാകുന്നു. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. ആത യുഅ്തി അതാഅൻ, ആത യുഅ്തി അതാഅൻ. വറുസുലിഹി ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. ആത യുഅ്തി ഈതാഅൻ, ഈതാഅൻ മാ ഫി അതാഅൻ, ഈതാഅൻ. യുഅ്തീഹി മൻ യശാ, ശാഅ യശാഉ മശീഅ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ഔദാര്യമുള്ളവനാകുന്നു. ദുൽ ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഫദ്ൽ നൽകുന്നവൻ, ഫദ്ലിൻ്റെ ഉടമസ്ഥൻ. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അദീം എന്ന് പറഞ്ഞാൽ മഹത്തായത്. അപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല വഫിൽ ആഖിറതി അദാബുൻ ഷദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. പരലോകത്തുള്ളത് ഒന്ന് കഠിനമായ ശിക്ഷയാണ്, ഉദ്ദേശം ജഹന്നം, നരകമാണ്. വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, പിന്നെ മഗ്ഫിറത്തുമുണ്ട് റിദ്വാനുമുണ്ട്. ആ മഗ്ഫിറത്തിലേക്കും റിദ്വാനിലേക്കുമാണ് മത്സരിക്കേണ്ടത്, അല്ലാതെ അദാബുൻ ഷദീദിലേക്കല്ല എന്നർത്ഥം. ആളുകൾ മത്സരിക്കുന്നത് ദുനിയാവിന് വേണ്ടിയാണ്. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അത് പരലോകത്തെക്കുറിച്ച് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. പക്ഷേ അത് ഖബറിടം സന്ദർശിക്കുന്നത് വരെയുള്ളൂ, അഥവാ മരിക്കുന്നത് വരെ ഈ മത്സരമുള്ളൂ. മരിക്കുന്നതോടുകൂടിയാണ് ഞാൻ എന്തിനു വേണ്ടിയായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത് എന്ന് അയാൾ തിരിച്ചറിയുന്നത്. അപ്പോൾ താൻ മത്സരിച്ച ഭൂമിക ശരിയായില്ല എന്നയാൾക്ക് തിരിച്ചറിവുണ്ടാകും. അത് മരണസമയത്ത് ഇല്ലാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സാബിഖു, നിങ്ങൾ മുസാബഖത്ത് നടത്തിക്കോളൂ, മത്സരിച്ചോളൂ. ഞാൻ മുമ്പേ മറ്റവൻ എനിക്ക് തോൽപ്പിക്കണമെന്ന ഒരു ചിന്തയോടുകൂടി തന്നെ, തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് എന്നർത്ഥത്തിലല്ല, മറിച്ച് ദറജയിൽ മറ്റെല്ലാവരേക്കാളും ഞാൻ മുൻപന്തിയിലായിരിക്കണം എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മത്സരിക്കുക. അതിൽ ഒന്ന് ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കാണ്. കാരണം ഈ മഗ്ഫിറത്താണ്
അദാബുൻ ഷദീദിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത്. നമ്മൾ സൂചിപ്പിച്ചു, പ്രധാനപ്പെട്ട ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽപ്പെട്ടതാണ് ഒന്ന് തഹ്ലിയത്തും മറ്റൊന്ന് തഹ്ലിയ. ഒന്നിൽ നിന്ന് മുക്തമായി നന്മ നിറഞ്ഞ ഒന്നിലേക്കുള്ള യാത്രയാണത്. അപ്പോൾ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തഹ്ലിയത്താണ്, ജീവിതത്തെ ശുദ്ധീകരിക്കലാണ്. കാരണം ശുദ്ധിയില്ലാത്തവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. ശുദ്ധിയില്ലാത്തവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അഥവാ പാപം ഉള്ള ആളുകളെ, മൈന്യൂട്ടായ പാപമുള്ളവരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല. അത് പൊറുക്കപ്പെടണം. അത് പൊറുക്കപ്പെട്ടാലേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. മഗ്ഫിറത്തിന് 2 രൂപമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ പാപം പൊറുക്കുന്നത് 2 നിലക്കാണ്. ഒന്ന്, ഒരു നിലക്കും ശിക്ഷിക്കാതെ പുറത്തു കൊടുക്കലാണ്, ഞാൻ വിട്ടു തന്നു എന്ന് പറയലാണ്. 2, നരകത്തിലിട്ട് കരിച്ച് ശുദ്ധിയാക്കി എടുക്കലാണ്, തീയിലിട്ട് ശുദ്ധിയാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കരിഞ്ഞ് കരിക്കട്ട പോലെ ആകുന്നതാണ്, ഫഹ്മാകുന്ന പറഞ്ഞത്. എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇത് രണ്ടുമുണ്ട്. അപ്പം അള്ളാഹു നമ്മെ ശുദ്ധീകരിക്കുന്ന ഈ 2 രീതിയിൽ നമുക്ക് വേണ്ടത് മഗ്ഫിറത്താണ്. എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കപ്പെട്ടിരിക്കുന്നു, ശിക്ഷയില്ല. ഗഫറ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മായ്ച്ചു കളയുക. എല്ലാ അർത്ഥത്തിലും അള്ളാഹു അത് വിട്ടു പുറത്ത് മാപ്പാക്കി തരിക. അതിൻ്റെ പേരിൽ പിടികൂടാതിരിക്കലാണ് യഥാർത്ഥത്തിൽ മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടണോ അതല്ല പാപങ്ങൾ പൊറുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടണോ? നമുക്ക് നരകശിക്ഷയെ ഒരല്പം പോലും താങ്ങാൻ കഴിയില്ല, അത്രക്ക് ഗൗരവമേറിയതാണ്. ഈ ദുനിയാവിലെ തീ തന്നെ എത്ര ഭാരിച്ചതാണ്. ആ ദുനിയാവിലെ തീയുടെ 70 ഇരട്ടിയാണ് പരലോകത്തിലെ നരകത്തിലെ തീ എന്ന് പറയുന്നത്. മാത്രമല്ല, ഭൂമിയിലേക്ക് നൽകപ്പെട്ട തീ പോലും നരകത്തിലെ തീയാണ്. കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 മുക്കിയിട്ട് തന്നതാണെന്നാണ്. ശ്രദ്ധിക്കുക, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. കടലിൽ മുക്കിയിട്ട് തണുപ്പിച്ചിട്ട് തന്ന തീയാണ് ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന തീ. കടലിൽ മുക്കി തണുപ്പിച്ച് തന്നതാണത്. അപ്പം നരകത്തിലെ തീയുടെ ഗൗരവം എത്രയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഫിൽ ആഖിറതി അദാബുൻ ഷദീദ്, കഠിനമായ ശിക്ഷയാണ് പരലോകത്ത്. അതുകൊണ്ട് മത്സരിക്കുകയാണെങ്കിൽ മഗ്ഫിറത്തിന് മത്സരിക്കുക. ഈ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, അതിനു വേണ്ടിയുള്ള മത്സരമാണ്. ഓരോ സെക്കൻഡുകളിലും അതിനു വേണ്ടിയുള്ള മത്സരമാണ്. ഈ മഗ്ഫിറത്ത് കിട്ടിയാലാണ് പിന്നെ റിദ്വാനുള്ളത്. അതുകൊണ്ടാണ് മഗ്ഫിറത്തിന് തഖ്ദീം ചെയ്തത്. മഗ്ഫിറത്തും മിനല്ലാഹി വ റിദ്വാൻ. ഇവിടെയും ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്ന, സ്വർഗത്തെ അല്ല തഖ്ദീം ചെയ്തത്, മുൻഗണന കൊടുത്തത് മഗ്ഫിറത്തിനാണ്. മഗ്ഫിറത്ത് ഉണ്ടെങ്കിലേ സ്വർഗത്ത് പോകാൻ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു മഗ്ഫിറത്തിന്, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. വ ജന്നത്തിൻ, സ്വർഗത്തിലേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കഴിഞ്ഞ ആയത്തിൽ 20-ാമത്തെ ആയത്തിൽ റിദ്വാൻ എന്ന് പറഞ്ഞു, ഇവിടെ ജന്നത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ എല്ലാവരെയും പ്രവേശിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം റഹ്മാനായ റബ്ബിന് 2 ഇത്തിലാ ഉണ്ട് സൃഷ്ടികളിലേക്ക്. സ്വർഗത്തിലുള്ള ആളുകളിലേക്ക് അള്ളാഹുവിന് 2 ഇത്തിലാ ഉണ്ട്. അതിൽ ഒന്ന്, അള്ളാഹു സ്വർഗത്തിലെ ആളുകളൊക്കെ വിളിക്കും, യാ അഹ്ലൽ ജന്ന, സ്വർഗത്തിലെ ആളുകളെ. അപ്പം എല്ലാവരും ഉത്തരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എല്ലാവർക്കും തൃപ്തിയായോ, റാഹത്തായോ, എല്ലാ സൗകര്യങ്ങളും ഇല്ലേ? സുബ്ഹാനല്ലാഹ്.
അപ്പോൾ സൃഷ്ടികൾ, സ്വർഗത്തിലുള്ള ആളുകൾ ഒന്നടങ്കം പറയും, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ അങ്ങേയറ്റം തൃപ്തിയിലാണ്, എല്ലാം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ സ്വർഗത്തിലെ അനുഭൂതികളേക്കാൾ, സ്വർഗത്തിൽ ആസ്വദിക്കുന്ന ആ അനുഭൂതികളേക്കാൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങൾ പറയാനാണ് ഈ ഇത്തിലാ. അതിൽ ഒന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, എന്നാൽ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ സൃഷ്ടികൾ അത്ഭുതപ്പെടും, സ്വർഗത്തിലുള്ളവർ അത്ഭുതപ്പെടും, ഇനി എന്താണ് ഇപ്പോൾ കിട്ടാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉഹില്ല അലൈക്കും റിദ്വാനി വല അസ്ഖതു അലൈക്കും അബദാ. എൻ്റെ തൃപ്തി ഞാനിതാ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. റദീതു ബിക്കും, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കുകയില്ല. അബദൻ, ഒരിക്കലും കോപിക്കൂല. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇനി സ്വർഗത്തുനിന്ന് പുറത്തു പോകേണ്ടി വരില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഖുൽനഹ്ബിതു, ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു അബദ്ധം പറ്റി. അതിനി ഉണ്ടാവില്ല, ഇനി ഒരിക്കലും അതുണ്ടാവാൻ പോണില്ല. ഖാലിദീന ഫീഹ അബദ, എന്നെന്നും നിങ്ങളവിടെ നിത്യവാസികളാണ്. എന്തുകൊണ്ട്? അള്ളാഹു പറയാണ്, ഇനി ഒരിക്കലും നിങ്ങളോട് എനിക്ക് ദേഷ്യമല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കാണാം, യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിൽ നിന്നുള്ള ഫദ്ല്, വഹിയൽ ജന്ന, സ്വർഗാണത്. വറിദ്വാന, അത് ഈ ഒരു മൊമെൻ്റാണ്, ഈ ഒരു മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായൊരു ഒരവസ്ഥയാണത്. അതാണ് ഒന്നാമത്തെ ഇത്തിലാ. രണ്ടാമത്തെ ഇത്തിലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് എത്തി നോക്കും. എന്നിട്ട് ചോദിക്കും സ്വർഗക്കാരോട് നേരത്തെ പറഞ്ഞ അതേ ചോദ്യം, തുരീദൂന ഷൈഅൻ അസീദുക്കും, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ വർദ്ധിപ്പിച്ച് തരാം. തുരീദൂന ഷൈഅൻ അസീദുക്കും. അപ്പോൾ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ ഓതിയ ഓർമ്മ അവർക്കുണ്ടോ? കാരണം ഖുർആനിൽ ഈ സിയാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, സുകൃതം ചെയ്തവർക്ക് സ്വർഗമുണ്ട്, സിയാദത്തായ ഒരു കാര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വർഗത്തിന് പുറമെ പിന്നെന്താണ് സിയാദത്ത്? ലഹും മാ യശാഊന ഫീഹാ വലദൈന മസീദ്, അവരുദ്ദേശിച്ചതൊക്കെ സ്വർഗത്തിലുണ്ട്, നമ്മുടെ അടുക്കൽ ഒരു സിയാദത്ത് കൂടിയുണ്ട്. ഇത് ഖുർആനിൽ 1-2 സ്ഥലങ്ങളിൽ ഈ സിയാദത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി വിശദീകരിച്ചിട്ടുമുണ്ട്. എന്താ വിശദീകരിച്ചത്? അത് അള്ളാഹുവിനെ കാണലാണ്. അള്ളാഹു അവനെ നമുക്ക് വെളിവാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടികളുടെ മുന്നിൽ അവൻ്റെ ഹിജാബ് നീക്കിത്തരിക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ കാര്യമല്ലേ? അതിനേക്കാൾ വലുതെന്താണുള്ളത്? അപ്പോൾ സൃഷ്ടികൾ അത് മറന്നുപോകും. സ്വർഗത്തിലുള്ളവർ അവർ ചോദിക്കും, അല്ലാഹുവേ, ഞങ്ങൾക്കിനി എന്ത് സിയാദത്താണ് വേണ്ടത്? ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശപൂരിതമാക്കി, വെളുത്തതാക്കി, എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്നാൽ എൻ്റെ അടുക്കൽ നിങ്ങൾക്ക് മറ്റൊരു സിയാദത്തുണ്ട്. അങ്ങനെ ഫയക്ഷിഫുൽ ഹിജാബ, അള്ളാഹു ഹിജാബിനെ മാറ്റും. റഹ്മാനായ റബ്ബിൻ്റെ കിബ്രിയാഇൻ്റെ ഹിജാബിനെയാണ് മാറ്റുക എന്നാണ് പറഞ്ഞത്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ റിവായത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ ആ ഹിജാബിനെ അങ്ങോട്ട് നീക്കും. 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ സൃഷ്ടികൾ അന്ന് അള്ളാഹുവിനെ നോക്കിക്കാണും. സ്വർഗത്തിൽ ആസ്വദിച്ച ആസ്വാദനങ്ങളൊന്നും ഒരു ആസ്വാദനമേ അല്ല എന്ന് അവർക്ക് തോന്നിപ്പോകും. എന്ന് പറഞ്ഞാൽ അവരെല്ലാം മറന്നു പോകും. അത്രക്ക് സുഖമാണ് അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്തിരുന്നു, അള്ളാഹുവേ, നിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ലദ്ദത്തിനെ ഞാൻ നിന്നോട് തേടുന്നു, നീ എനിക്കത് നൽകണേ റബ്ബേ എന്നാണ്. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്.
നിന്നെ കണ്ടുമുട്ടാനുള്ള ഷൗക്കും നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യേകമായ ആനന്ദവും നീ എനിക്ക് നൽകണേ റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിരുന്നു. അങ്ങനെ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഫജ്ർ നമസ്കാരവും അസർ നമസ്കാരവും കാത്തു സൂക്ഷിച്ചു പോരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നത് സ്വർഗത്തിൽ വിശ്വാസികൾക്ക് 2 നേരം അള്ളാഹുവിനെ കാണാമെന്നാണ്. ഫജ്റിൻ്റെയും അസറിൻ്റെയും സമയത്ത് 2 നേരം വിശ്വാസികൾക്ക് കാണാം എന്ന് ചില റിവായത്തുകളുടെയും അസറുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏറ്റവും വലിയ റിദ്വാൻ അത് ലഭിക്കാനും റബ്ബിനെ കാണാനും സ്വർഗത്ത് പോയാലല്ലാതെ, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ അവകാശികൾക്കല്ലാതെ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യർ എന്നുള്ള നിലക്ക് നിങ്ങൾ എന്തെങ്കിലും ഒന്നിന് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ കാഴ്ചയ്ക്ക് വേണ്ടി, ഈ സ്വർഗത്തിന് വേണ്ടി, ഈ ഒരു മഗ്ഫിറത്തിന് വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മത്സരിച്ചോളൂ എന്നാണ്. ഏറ്റവും ഫലപ്രദമായ മത്സരം അതായിരിക്കും ഇൻഷാ അല്ലാഹ്. അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. ഈ സ്വർഗത്തിൻ്റെ വിശാലത ആകാശഭൂമികളുടെ അത്രയും വിശാലമാണ്, അത്രയും വിശാലമാണ്. ഉഇദ്ദത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സ്വർഗം ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, നരകവും ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി സൃഷ്ടിക്കാൻ പോവുകയല്ല, ഇത് സൃഷ്ടിച്ച് കഴിഞ്ഞു. അല്ലാഹു സ്വർഗവും നരകവുമൊക്കെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? ലില്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി, അള്ളാഹുവിലും റസൂലിലും വിശ്വാസം കൊണ്ടുവന്നവർക്ക് വേണ്ടി. ഇവിടെ ബില്ലാഹ് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞു. വറുസുലിഹി, എല്ലാ റസൂലുകളിലും, മുഴുവൻ റസൂലുകളിലും, അഥവാ അള്ളാഹുവിലും പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈമാൻ കാര്യങ്ങളുടെ അടിസ്ഥാന സ്രോതസ്സായ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിലും റസൂലിലും മാത്രം വിശ്വസിക്കുക എന്നതാണ് ഉദ്ദേശം? അല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടുകൂടി അള്ളാഹുവിൽ നിന്ന് വന്ന എല്ലാറ്റിലും വിശ്വസിക്കൽ നിർബന്ധമായി. റസൂലുകളിൽ വിശ്വസിക്കുന്നതോടുകൂടി പ്രവാചകന്മാർ കൊണ്ടുവന്ന എല്ലാറ്റിലും വിശ്വസിക്കൽ നിർബന്ധമായി. അപ്പോൾ ആമനു ബില്ലാഹി വറുസുലിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളതും പ്രവാചകന്മാർ പഠിപ്പിച്ചതുമായ എല്ലാ കാര്യങ്ങളിലും ശക്കില്ലാതെ വിശ്വസിക്കുന്നവരാരോ അവർക്ക് വേണ്ടി മാത്രമാണ് സ്വർഗം. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്, സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനും അഖീദയാണ് പ്രധാനം. ഉഇദ്ദത് ലില്ലദീന ആമനു. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവല വിശ്വാസം, ഇസ്ലാമിലെ ഈമാനേ അല്ല, അത് ഭാഷയിലുള്ള ഈമാനാണ്. ഇസ്ലാം ഈമാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശ്രദ്ധയോടുകൂടി അത് പഠിച്ച് മനസ്സിലാക്കി അമലാക്കിയാൽ മാത്രമേ ഇസ്ലാമിലെ ഈമാനാവുള്ളൂ. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ഭാഷയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നതിൽ കഴിഞ്ഞു. എന്നാൽ ഇസ്ലാമിലെ ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദുൻ വ ഖൗലുൻ വ അമലുൻ. വിശ്വസിക്കണം, പറയണം, പ്രവർത്തിക്കണം. ഇത് 3 കൂടി കൂടിയാലാണ് ഈമാൻ. മാത്രമല്ല ആ ഈമാനിൻ്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുവരണം. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയോട് ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് സ്വർഗത്തിൻ്റെ താക്കോലല്ലേ? സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അദ്ദേഹം പറഞ്ഞു, അതേ, ലാ ഇലാഹ ഇല്ലല്ലാ സ്വർഗത്തിൻ്റെ താക്കോലാണ്. പക്ഷേ ആ താക്കോലിന് കുറച്ച് പല്ലുകളുണ്ട്, അത് ക്ലിയർ ആകണം, എന്നാലേ തുറന്നു കിട്ടൂ. നിങ്ങളെ കയ്യിൽ താക്കോലുണ്ടായിട്ട് കാര്യമില്ല. ആ ഡോറിൻ്റെ താക്കോലിട്ടാലേ ഡോറ് തുറക്കുള്ളൂ. എല്ലാ താക്കോലും സ്വർഗത്തിൻ്റെ പൂട്ടിന് പറ്റൂല. സ്വർഗത്തിൻ്റെ പൂട്ട് തുറക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർക്കാനുകളും ഷുറൂത്തുകളും ഒത്തുവരണം എന്നാണ്. ഇല്ലെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന ആളും എന്തു പറയുന്നുണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നുണ്ട്. ആ പറച്ചിൽ കൊണ്ട് അവിടെ എത്തിയിട്ട് കാര്യമല്ല എന്നർത്ഥം.
അതുകൊണ്ടാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൻ്റെ അകംപൊരുൾ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് പറഞ്ഞത്. ഫഅലം, ഇൽമ് നേടണം. ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹെഡിങ്ങിൽ ഒരു ബാബ് കൊടുത്ത ആയത്ത് ഇതാണ്. ഒരു കാര്യം പറയുന്നതിന് മുമ്പ് പഠിച്ച് പറയണം. അതാണ് ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലി. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിച്ചവർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നത്, അല്ലാത്തവർക്ക് പറ്റൂല. എന്നിട്ട് പറയുന്നത് ദാലിക ഫദ്ലുല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, റഹ്മാനായ റബ്ബിൻ്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകുന്നു. അഥവാ ഈ സ്വർഗത്തിലുള്ള പ്രവേശനം, ഈ സ്വർഗം അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. അവൻ്റെ സൃഷ്ടികൾ അവൻ ഉദ്ദേശിച്ചവർക്കേ അവനത് നൽകുള്ളൂ. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഔദാര്യം നൽകുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മശീഅത്തിൽ നമ്മളും ഉൾപ്പെടാൻ വേണ്ടിയാണ് ഈ ശ്രമങ്ങളൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കാതിരുന്നിട്ടില്ല. മറിച്ച് ആരുടെ കാര്യത്തിലാണ് ആ ഉദ്ദേശം എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞത്. അതിൽ തന്നെ അതിൻ്റെ സൂചനയാണ് ഉഇദ്ദത്ത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. അപ്പോൾ എന്താണ് വിശ്വാസം, എന്താണ് സൽക്കർമ്മങ്ങൾ, അതും വിശദീകരിച്ചു. വമാ അതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹു. ഒരു റസൂലിനെ അയച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞുതരും. ആ പ്രവാചകനെ അംഗീകരിച്ചാൽ മതി. അത്തിഉല്ലാഹ് വ അത്തിഉർ റസൂൽ. ഒരു നബിയെ അയച്ചു തന്നിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് കേട്ടു പഠിച്ചു മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ അവർ അള്ളാഹുവിൻ്റെ മശീയത്തിൽ ഉൾപ്പെടും, അല്ലാത്തവർ ഉൾപ്പെടൂല. അപ്പോൾ ഈ മശീയത്തിൽ ഉൾപ്പെടാനുള്ള ശ്രമം എന്ന് പറയുന്നത് സത്യവിശ്വാസവും സൽക്രമവുമാണ്. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അള്ളാഹുവിൻ്റെ ഫദ്ലാണത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച ഔദാര്യവാനാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ സ്വർഗത്തിൻ്റെ ആളുകളിൽ, അള്ളാഹുവിൻ്റെ റിദ്വാൻ നേടിയെടുക്കുന്നവരിൽ, അവനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 22 പറയുന്നു മാ അസ്വാബ മിൻ മുസീബ. അസ്വാബ യുസീബു ഇസാബത്തൻ, ബാധിക്കുക. അസ്വാബ എന്ന് പറഞ്ഞാൽ ബാധിക്കുക. മാ അസ്വാബ മിൻ മുസീബത്തിൻ, എന്തൊരു മുസീബത്തും. മുസീബത്ത് എന്ന് പറഞ്ഞാൽ വിപത്ത്, ആപത്ത്, പ്രശ്നം, ബുദ്ധിമുട്ട്. ഫിൽ അർദി, ഭൂമിയിൽ സംഭവിക്കുന്ന ഏതൊരു മുസീബത്തും അതേപോലെ തന്നെ ആ മുസീബത്ത് ബാധിക്കുന്നില്ല. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഫിൽ അർദി, ഭൂമിയിലും, വലാ ഫീ അൻഫുസിക്കും, നിങ്ങളിലും. നഫ്സ്, അൻഫുസ്, നിങ്ങളിലും ഭൂമിയിലും ഒരു മുസീബത്തും വന്നു ഭവിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ, ഒരു കിതാബിൽ ഉള്ളതായിട്ടല്ലാതെ. ഒരു കിതാബിലുള്ളതാണ് ഈ സംഭവിക്കുന്നതൊക്കെ. അതാ കിതാബിലുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതിനെ നാം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ബറഅ യബ്റഉ ബറഅൻ വ ബുറൂഅ. ബറഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക. ബറഅ യബ്റഉ ബറഅൻ വ ബുറൂഅ, അതിൽ നിന്നാണ് ബാരി എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ. ബാരി ഉൻ, വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ അൽ മുസവ്വിർ, അൽ ബാരി. ബറഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക. മിൻ ഖബ്ലി അൻ നബ്റഅഹ, നാം അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഇന്ന ദാലിക്, നിശ്ചയം അത്, അലല്ലാഹി, അള്ളാഹുവിന്, യസീർ, എളുപ്പമുള്ളതാണ്. ദൂ യുസ്ർ, യസീർ, അള്ളാഹുവിനത് വളരെ എളുപ്പമാണ്. അപ്പോൾ മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി
ഭൂമിയിൽ ഒരു മുസീബത്ത്, ഇവിടെ ഫിൽ അർദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു ഫിസ്സറ, നിങ്ങളുടെ കൃഷിയിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, അങ്ങനെ നിങ്ങളുടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ സാമ്പത്തിക രംഗത്തൊക്കെ സംഭവിക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ആ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും. അതേപോലെ തന്നെ വലാഫി അൻഫുസിക്കും, നിങ്ങളിൽ സംഭവിക്കുന്നത് രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, മരണം എല്ലാം. ഇതൊക്കെ ഇല്ലാഫി കിതാബിൻ, ഒരു കിതാബിൽ നേരത്തെയുണ്ട്. ഏതാണ് ആ കിതാബ്? ലൗഹുൽ മഹ്ഫൂളാണ്. ലൗഹുൽ മഹ്ഫൂളാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കിതാബ് റെഡിയാണ്. അതാണ് മിൻ ഖബ്ലി അൻ നബ്റഅഹ, അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഏതിനെ? അധിക മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് നഫ്സുകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അഥവാ നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് സംഭവിക്കുന്ന മുസീബത്തുകളും കാര്യങ്ങളൊക്കെ അവിടെ ക്ലിയറായി ആ കിതാബിലുണ്ട്. അതാണ് മിൻ ഖബ്ലി അൻ നബ്റഅഹ, ഐ ഈ അൻഫുസുകളെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, നഫ്സുകളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അതൊക്കെ ഒരു കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു മിൻ ഖബ്ലി അൻ നബ്റഅ ഹാദിഹി അൽ മുസീബ, ആ മുസീബത്ത് ഉണ്ടാവുന്നതിന് മുമ്പ്. ആ മുസീബത്തിലേക്കും മടങ്ങാം. രണ്ടാണെങ്കിലും ആശയം ഒന്ന് തന്നെ, എന്നാൽ അൻഫുസ് എന്നതാണ് കൂടുതൽ മുഫസ്സിരീങ്ങൾ ഉപയോഗിച്ചത്. അഥവാ മനുഷ്യനെ തന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ഗർഭാശയത്തിൽ 4 മാസമാകുമ്പോഴേക്കൊരു മലക്കിനെ പറഞ്ഞയച്ച് ആ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മലക്ക് രേഖപ്പെടുത്തുന്നത്. ആ നഫ്സിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു കിതാബിൽ അത് എഴുതി വച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതെങ്ങനെ സംഭവിക്കുന്നു എന്നൊരാൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ ആയത്തിന് അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംശയമൊന്നും വേണ്ട, അള്ളാഹുവിന് അത് എളുപ്പമാണ്. നമുക്കൊരു മുസീബത്ത് വന്നാലേ അറിയൂ, അള്ളാഹുവിന് അതിനു മുമ്പേ അറിയാം. കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നമുക്കെന്തെങ്കിലും ഒരു മുസീബത്ത് സംഭവിച്ചാൽ ഞാനതിന് ഉത്തരവാദിയേ അല്ല എന്നൊരാൾ വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾക്കെന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. കാരണക്കാർ നിങ്ങൾ തന്നെയാണ്. പക്ഷേ അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കുറച്ചൊക്കെ നിങ്ങൾ അത് അനുഭവിക്കട്ടെ എന്നാണ്. വയഅഫു അൻ കസീർ, കുറേ കാര്യം വിട്ടുതരികയുമാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ചില കാര്യങ്ങൾ അള്ളാഹു വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തിനാണത്? നിങ്ങൾ മടങ്ങാൻ വേണ്ടി, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലു ലഅല്ലഹും യർജിഊൻ. കരയിലും കടലിലും ഒരുപാട് ഫസാദുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതുകൊണ്ട്. മനുഷ്യനാണ് ഉത്തരവാദി. അപ്പോൾ ലിയുദീഖഹും ബഅദല്ലദീ അമിലു, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ചിലത് നിങ്ങൾ അനുഭവിക്കണം. എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, ആലോചിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് മടങ്ങാൻ വേണ്ടി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസീബത്തുകളൊക്കെ വരാതിരിക്കാനുള്ള വഴികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എല്ലാം ചെയ്താലും ചിലത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെയും നൽകും. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിന് ഒരു സൃഷ്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും റബ്ബിനറിയാം. അവരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവരെന്തൊക്കെ ചെയ്യുമെന്നറിയാം. അതൊക്കെ റഹ്മാനായ റബ്ബിനറിയാം. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാറ്റിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്താൻ റബ്ബിന് കഴിയില്ലേ? കഴിയും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലത് സംഭവിക്കട്ടെ എന്നത് അള്ളാഹുവിൻ്റെ മശീഅത്താണ്, അവൻ്റെ തീരുമാനമാണ്. തൂങ്ങി മരിക്കാൻ ഉദ്ദേശിച്ച ഒരാളെ മരിക്കണ്ടെന്ന് റബ്ബ് വിചാരിച്ചാൽ അയാൾക്ക് മരിക്കാൻ കഴിയില്ല. എന്നാൽ ചിലർ മരിക്കട്ടെ എന്ന് അള്ളാഹു അവൻ്റെ ആ തീരുമാനം, എന്നാൽ അത് നടക്കട്ടെ, അള്ളാഹു വിട്ടുതരും. പക്ഷെ അതിൻ്റെ ശിക്ഷ അവനുണ്ട്. അതുകൊണ്ടാണ് തൂങ്ങി മരിച്ചവന് ശിക്ഷ അല്ല എന്നാണോ? അത് അള്ളാഹു ഖദറാക്കിയ സമയത്തല്ല എല്ലാവരും മരിക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അള്ളാഹു എന്തുകൊണ്ട് ഖദറാക്കി, അള്ളാഹു എന്തുകൊണ്ട് അയാൾക്കത് ഖദറാക്കി?
അയാൾ തന്നെ പറഞ്ഞു എനിക്കിനി ജീവിക്കണ്ടെന്ന്. അയാൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് റഹ്മാനായ റബ്ബ് അനുവദിച്ചു. എന്നാൽ ചിലരെ കൊണ്ട് അള്ളാഹു അങ്ങനെ ഉദ്ദേശിക്കാത്തതുണ്ടാകാം. കാരണം ആ വ്യക്തിയുടെ ഭാവിയെ വീണ്ടും റബ്ബിനറിയാം. അള്ളാഹു ചിലരെ രക്ഷപ്പെടുത്തും. രണ്ടും ആരുടെ തീരുമാനമാണ്? അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ ആ റബ്ബിൻ്റെ മശീയത്തില്ലാതെ ഒരു ആറ്റം പോലും അനങ്ങൂല. റബ്ബിൻ്റെ പെർമിഷൻ വേണം എല്ലാത്തിനും. പക്ഷേ മനുഷ്യർക്ക് അവരുടേതായ പ്രവർത്തന സ്വാതന്ത്ര്യവും മറ്റുമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലും നിങ്ങളിലും സംഭവിക്കുന്ന എന്തെല്ലാം മുസീബത്തുകളുണ്ടോ ആ മുസീബത്തുകളും കാര്യങ്ങളും മുഴുവൻ ഒരു കിതാബിൽ അതിനു മുമ്പേ എഴുതി വെക്കുക എന്നത് അള്ളാഹുവിനെന്താണ് എളുപ്പമാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരിക്കലും ബേജാറാവരുത്. വെറുതെ സമയം കളയാനും പാടില്ല എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത് റഹ്മാനായ റബ്ബിന് വേണമെങ്കിൽ മറച്ചു വെക്കാം ഇങ്ങനൊരു കാര്യം. കാരണം റഹ്മാനായ റബ്ബിൻ്റെ എല്ലാ കാര്യങ്ങളും സൃഷ്ടികൾക്ക് അറിയോ? ഒന്നും അറിയില്ല. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ്റെ ഇൽമിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചതല്ലാത്ത ഒന്നും നമുക്ക് ഇറക്കി തന്നിട്ടില്ല. ഒന്നും നമുക്കറിയുന്നില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. കുറഞ്ഞ അറിവേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ്. അത് ഏതിനെക്കുറിച്ചാണ്? എല്ലാ അറിവും, ശർഈയായ അറിവുകൾ, അതേപോലെ തന്നെ ദുനിയാവിൻ്റെ അറിവുകൾ എല്ലാം റബ്ബ് വളരെ കുറച്ചേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഉദാഹരണത്തിന് അള്ളാഹുവിൻ്റെ പേരുകൾ, അസ്മാകൾ നമുക്ക് എത്ര പേരറിയാം? 99 പേരുകൾ നമുക്കറിയാം. പക്ഷേ ഒരുപാട് പേരുകൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല. സൃഷ്ടികളിൽ ആർക്കും ആ പേരുകൾ അറിയില്ല എന്നാണ്. അവിസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്. ഇൽമുൽ ഗൈബിൽ റബ്ബിന് മാത്രമേ അറിയൂ ആ പേരുകൾ എന്നാണ്. അതിൽ ചില പേരുകൾ മഹ്ശറിൽ ശഫാഅത്ത് പറയുമ്പോൾ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ കേട്ടിട്ടില്ല ആ പേരുകൾ. കാരണം അത്രയും വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യനൊന്നും അറിയില്ല, വളരെ കുറഞ്ഞ അറിവേ ഉള്ളൂ. അങ്ങനെയുള്ള റഹ്മാനായ റബ്ബിൻ്റെ ഖദർ എന്ന് പറഞ്ഞാൽ ഖദറു സിറുല്ലാഹ്, അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. അതിൽപ്പെട്ട ചിലത് വെളിവാക്കി തന്നതിലെ രഹസ്യം അള്ളാഹുവിടെ പറഞ്ഞു തരികയാണ്. ഈ 23-ാമത്തെ ആയത്തുകൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സങ്കടങ്ങൾക്ക് പ്രസക്തിയില്ല. എന്താ പറയുന്നത്? എന്തിനാണ് അള്ളാഹു അങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ ലിക്കൈല, ഇല്ലാതിരിക്കാൻ, ലിക്കൈ ഒന്നിനു വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി, ലാ തസൗ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി, സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി. അസിയ യസ അസൻ, അസിയ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുക, ദുഃഖിക്കുക, നിരാശപ്പെടുക. ലിക്കൈല തസൗ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സങ്കടമില്ലാതിരിക്കാൻ വേണ്ടി. ഏത് വിഷയത്തിൽ? അലാമ ഫാതക്കും, ഫാത യഫൂതു ഫവാതൻ, നഷ്ടപ്പെടുക. ഫാത യഫൂതു ഫവാതൻ, നഷ്ടപ്പെടുക. ലിക്കൈല തസൗ അലാമ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്ത് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാൻ. വലാ തഫറഹൂ, നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കാൻ. ഫരിഹ യഫറഹു ഫറഹൻ, ആഹ്ലാദിക്കുക, സന്തോഷിക്കുക, അമിതമായ ആഹ്ലാദമാണ് ഉദ്ദേശം. വലാ തഫറഹു ബിമാ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ, അഹങ്കരിക്കാതിരിക്കാൻ. വല്ലാഹു ലാ യുഹിബ്ബു, നിശ്ചയം അല്ലാഹു ലാ യുഹിബ്ബു, അഹബ്ബ യുഹിബ്ബു ഹുബ്ബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല കുല്ല മുഖ്താലിൻ ഫഖൂർ, എല്ലാ മുഖ്താലുകളെയും ഫഖൂറുകളെയും. ആരാണ് ഈ മുഖ്താൽ എന്ന് പറഞ്ഞാൽ? ഇഖ്താല യഖ്താലു ഇഖ്തിയാലൻ ഫഹുവ മുഖ്താൽ. മുഖ്താൽ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുന്ന ആൾ. അഹങ്കരിക്കുന്ന ആളുകൾക്കാണ് മുഖ്താൽ എന്ന് പറയുക. ഇഖ്താല എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക, മുഖ്താൽ അഹങ്കാരി. കുല്ല മുഖ്താലിൻ ഫഖൂർ, ഫഖറ യഫ്ഖറു ഫഖറൻ വഫഖാറ. ഫഖറ എന്ന് പറഞ്ഞാൽ പെരുമ നടിക്കുന്ന, പൊങ്ങച്ചക്കാരൻ.
പൊങ്ങച്ചക്കാരനായ അഹങ്കാരികളായ പൊങ്ങച്ചക്കാർ, അവരല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഫഖറ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക, പൊങ്ങച്ചം കാണിക്കുക. യഫ്ഖറു ഫഖറൻ വഹുവ ഫാഖിറുൻ വഫഖൂറുൻ ഫഖൂർ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരികളായ പൊങ്ങച്ചക്കാരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ലിക്കൈലാ തഅസൗ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോർത്ത് നിങ്ങൾ സങ്കടപ്പെടരുത് ദുനിയാവിൽ വെച്ച്. കാരണം നിങ്ങൾക്കത് നഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം. നിങ്ങളുടെ വലിയാണാര്? അള്ളാഹു. നിങ്ങൾക്കത് നഷ്ടപ്പെടുമെന്ന് റബ്ബിനറിയാം. എന്നിട്ടും റബ്ബ് വിചാരിക്കുകയാണ് ആ നഷ്ടം ഉണ്ടാവട്ടെ. അള്ളാഹുവിന് നിങ്ങളോട് ഇഷ്ടമുണ്ട്, നിങ്ങളുടെ വലിയാണ്. ഒരു ഉമ്മക്ക് കുഞ്ഞിനോടുള്ളതിനേക്കാൾ സ്നേഹം സൃഷ്ടികളോട് അള്ളാഹുവിനുണ്ട് എന്നാണ്. എന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശ്രമിച്ചിട്ടൊരു കാര്യം നഷ്ടപ്പെടുന്നുണ്ട് എന്ന് റബ്ബിനറിഞ്ഞിട്ടും അത് നഷ്ടപ്പെടട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഹിക്മത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ സങ്കടപ്പെടണ്ട. എല്ലാം എൻ്റെ റബ്ബിന് നേരത്തെ അറിയാമായിരുന്നല്ലോ. അറിയാം. അവൻ കാരുണ്യവാനാണല്ലോ, അതെ. അവൻ നീതിമാനാണല്ലോ, അതെ. എന്നിട്ടും റഹ്മാനായ റബ്ബ് എനിക്കത് നഷ്ടപ്പെടട്ടെ എന്നല്ലേ തീരുമാനിച്ചത്, അതെ. എങ്കിൽ അൽഹംദുലില്ലാ, എന്നേക്കാൾ എൻ്റെ റബ്ബിനാണ് എന്നെ പറ്റി അറിയുക, അൽഹംദുലില്ലാ. സങ്കടങ്ങളില്ല അവിടെ, സങ്കടത്തിന് പ്രസക്തിയില്ല. പിന്നെ ലിക്കൈലാ തഅസൗ അലാ മാ ഫാതക്കും. ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളായിരിക്കും. എന്നാൽ ചിലത് റഹ്മാനായ റബ്ബിൻ്റെ ഏകപക്ഷീയമായ തീരുമാനവുമായിരിക്കും. രണ്ട് നിലക്കും അള്ളാഹുവിൻ്റെ ഖദർ വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്ന എല്ലാ വഴികളിലേക്കും നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം എന്നാണ്. തോറ്റുകൊടുക്കരുത് എന്നാണ്. വലാ തഅജിസ്, തോറ്റുകൊടുക്കരുത്. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. എന്നിട്ടും വിചാരിച്ചത് നടന്നിട്ടില്ലെങ്കിൽ പറയണം ഖുൽ ഖദ്ദറല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഖദറാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ പരീക്ഷയിൽ തോറ്റു, റബ്ബിൻ്റെ ഖദറാണത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് കച്ചവടത്തിൽ ലാഭമല്ല, നഷ്ടം തന്നെ. എന്തൊക്കെയോ ഞാൻ ചെയ്തു നോക്കി ആത്മാർത്ഥമായിട്ട്, എന്നിട്ടും നഷ്ടങ്ങളാണ്. അള്ളാഹു അത് ഖദറാക്കിയിട്ടുണ്ട്. റബ്ബിന് വേണമെങ്കിൽ അത് തടയാമായിരുന്നു, റബ്ബ് തടഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നമ്മെ പലതും പഠിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. സ്വർഗത്തിൽ ദർജകൾ വർദ്ധിച്ച് കിട്ടാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് നമ്മൾ പഠിക്കണം. ലഅല്ലഹും യർജിഊൻ, നിങ്ങളൊന്ന് മടങ്ങണം, നിങ്ങളൊന്ന് ചിന്തിക്കണം, ഞാൻ ചെയ്തത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു വിശ്വാസി മണ്ടനാവാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ പാമ്പ് കടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരിക്കൽ കൈയിട്ടു പാമ്പ് കൊത്തിയാൽ ആ മാളത്തിൽ ഇനി ഞാൻ കൈയിടരുത് എന്ന് ലളിതമായ ബുദ്ധിയാണ്. പക്ഷെ മനുഷ്യൻ അത് ചെയ്യൂല. എത്ര പ്രയാസങ്ങൾ വന്നു ഭവിച്ചാലും കുറച്ച് കഴിഞ്ഞാൽ മറന്നു പോവുക. അപ്പം അള്ളാഹു പരീക്ഷിക്കും. അതിനു പുറമെ ഇനി അതൊന്നുമില്ല, ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിലോ അള്ളാഹു അല്ലാതെ തന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനൊരാളോട് ഇഷ്ടം തോന്നിയാൽ അയാളെ പരീക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും. അള്ളാഹുവിനൊരാളോട് ഇഷ്ടം തോന്നിയാൽ അയാളെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിളാ. ആ പരീക്ഷണത്തിൽ തൃപ്തി അടഞ്ഞവൻ അള്ളാഹുവിൻ്റെ റിദ്വാനുണ്ട്. വമൻ സഖിത ഫലഹു സഖ്ത്. ദേഷ്യം പിടിച്ചവൻ അള്ളാഹുവിൻ്റെ കോപവുമുണ്ട്. അപ്പോൾ ദേഷ്യം പിടിക്കരുത്, മറിച്ച് തൃപ്തിപ്പെടുക. എന്തെങ്കിലും ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് പഠിക്കുക. എവിടെയാണ് അബദ്ധം പറ്റിയതെന്ന് പരിശോധിക്കുക, അത് തിരുത്തുക. ആ നിലക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ലിക്കൈലാ തഅസൗ അലാ മാ ഫാതക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ സങ്കടപ്പെടരുത്. ഈമാനിൻ്റെ മധുരം ആസ്വദിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? നിങ്ങൾ അറിയണം, അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക. നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടു പോവേണ്ടതല്ല, നിന്നെ വിട്ടുപോയതൊന്നും നിന്നെ ബാധിക്കേണ്ടതുമല്ല. അള്ളാഹു കണക്കാക്കിയിട്ടില്ല. അപ്പം എനിക്ക് ആ ജോലി കിട്ടിയില്ല, നിനക്കത് കിട്ടുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു കണക്കാക്കിയിട്ടില്ല. എനിക്ക് ആ നേട്ടം കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞാനതിൽ ജയിച്ചില്ല,
അത് നിനക്ക് ജയിക്കേണ്ടതല്ല. നീ അത് ജയിക്കേണ്ടതായിരുന്നെങ്കിൽ അള്ളാഹു എങ്ങനെയെങ്കിലും, റഹ്മാനായ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനാണ്. കാര്യകാരണ ബന്ധം റഹ്മാനായ റബ്ബിന് വിഷയമേ അല്ല. കാരണം അവൻ കാര്യകാരണങ്ങളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ്. പടച്ച റബ്ബ് നിനക്കൊരു കാര്യം തരാൻ ഉദ്ദേശിച്ചാൽ തടുക്കാൻ ആരുമില്ല. എന്നിട്ടത് കിട്ടാതിരുന്നത് റബ്ബ് അങ്ങനെ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. അതിലൊരുപാട് ഖൈറാത്തുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ വലാ തഫ്റഹു ബിമാ ആതാക്കും, അള്ളാഹു വല്ലതും നൽകിയാൽ അമിതമായി ശുക്ർ ചെയ്യാതെ. ഇവിടെ ഒരു അനുഗ്രഹം കിട്ടിയാൽ സന്തോഷിക്കുന്നതിനെ സംബന്ധിച്ചാണോ പറഞ്ഞത്? അല്ല, സന്തോഷം ഉണ്ടാകും. അള്ളാഹു പറഞ്ഞില്ലേ, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, ഒരു പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ജനിച്ചാൽ സന്തോഷ വാർത്തയാണ്. അപ്പോൾ ബുശ്ശിറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിഷാറത്ത്, സന്തോഷം ഉണ്ടാവും, ആഹ്ലാദം ഉണ്ടാവും. അനുഗ്രഹങ്ങളിൽ ആഹ്ലാദിച്ചുകൂടെ? ആഹ്ലാദിക്കാം. ഇവിടെ പറയുന്നത് ശുക്ർ കാണിക്കാതെ ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഖാറൂൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ് എന്ന് പറയുന്ന ആളുകൾ, അള്ളാഹുവിനെ മറന്ന് പറയുന്നവർ, അത് വേണ്ട. മറിച്ച് അള്ളാഹു ഖദറാക്കിയത് കൊണ്ട് കിട്ടിയതാണ്. ഇല്ലെങ്കിൽ നിൻ്റെ കൂടെ സെയിം നീ 1,00,000 ഇട്ടു, മറ്റേ ആൾ 1,00,000 ഇട്ടു. ഒരാൾക്ക് ലാഭമുണ്ടായി, മറ്റേ ആൾ പൊട്ടിപ്പാളീസായി. രണ്ടാളും ഭൗതികമായ കാര്യം നോക്കുമ്പോൾ ഒരേപോലെയാണ്. ഒരു ഉപ്പാൻ്റെ ഒരേ മക്കൾ, ഉപ്പ എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. ഒരാളത് ബിസിനസ്സിൽ നല്ല ഉന്നതിയിൽ, വേറൊരാളത് പാപ്പരായി നടക്കുന്നു. അപ്പോൾ ഇതൊക്കെ മനുഷ്യ കഴിവ് കൊണ്ട് തന്നെ അല്ല, അള്ളാഹു കൂടി ഉദ്ദേശിക്കണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾക്കൊന്നും നടപ്പിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കരുത്. പടച്ച റബ്ബ് വിചാരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നിനക്ക് കിട്ടുമായിരുന്നില്ല. ഇത് നിനക്ക് കിട്ടിയത് തന്നെ ഒരു പരീക്ഷണമാണ്. അതല്ലേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ, ഇതെൻ്റെ റബ്ബിൻ്റെ ഫദ്ലാണ്, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. ഞാൻ നന്ദി കാണിക്കുമോ നന്ദി കേട് കാണിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊങ്ങച്ചക്കാരായ അഹങ്കാരികളെ, റബ്ബിനെ മറന്ന് പ്രവർത്തിക്കുന്നവരെ, ഒരു അനുഗ്രഹം കിട്ടിയാൽ നന്ദി കാണിക്കാത്തവരെ, ഒക്കെ എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് പറയുന്നവരെ, മറ്റുള്ളവരൊക്കെ താഴ്ത്തി കാണുന്നവരെ, ഞാൻ വലിയ കഴിവുള്ളവനാണെന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ള അഹങ്കാരികളായ പൊങ്ങച്ചക്കാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവന് തൃപ്തിപ്പെട്ട യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.